ഹലോ, അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അവിൽ വിളയിച്ചതാണ്. അപ്പോൾ അവിൽ വിളയിച്ച് നമുക്ക് കുറേ ദിവസം കേടുകൂടാതിരിക്കും. ഈ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഗൾഫിലേക്കൊക്കെ കൊടുത്തയച്ചാൽ കുറച്ച് ദിവസം കേടുവരാതെ ഒരാഴ്ച വരെ നമുക്ക് പുറത്ത് വെക്കാം. പിന്നെ വേണമെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ അവിൽ വിളയിച്ച ഒരു വീഡിയോ നമുക്കിന്ന് കണ്ടാലോ. അതിനായിട്ട് നമുക്ക് അവിലെടുക്കേണ്ട മട്ട അരിയുടെ അവിലാണ് വേണ്ടത്. മറ്റേ വെള്ള അവിലല്ല, ഈ അവിൽ തന്നെ നോക്കിയെടുക്കണം. മറ്റത് വേഗം അലിഞ്ഞു പോവും, ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവും. അപ്പോൾ ഈ അവിൽ തന്നെ വേണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര എടുക്കുക. അപ്പോൾ ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തേക്കുന്നത്. ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇപ്പോൾ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. അപ്പോൾ അതിന് 3 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ചിരവി എടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്, മറ്റേ മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കുറേ വേണമെങ്കിൽ കുറേ എടുക്കുക, കുറച്ച് വേണമെങ്കിൽ കുറച്ച് എടുക്കുക. അപ്പോൾ ഞാൻ കറുത്ത മുന്തിരി കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് എള്ളാണ്. വെള്ള എള്ളുണ്ടല്ലോ, അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. കൂടെ ബെല്ലൈക്കണം ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോഴല്ലേ ഇനി ഞാൻ പുതിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫുള്ളായിട്ട് വീഡിയോ ഒന്ന് കാണുകയും ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ഇവിടെ അവിൽ വിളയിക്കാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങൾ മതി, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം ഉണ്ടാക്കി കഴിച്ചോളൂ. ഈ മഴക്കാലത്ത് ഇരുന്നിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഹെൽത്തി ആണല്ലോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെ ഇതിലായിട്ട് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മക്കൾക്കൊക്കെ കൊടുക്കാനും നമുക്ക് കഴിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ കഴിക്കാത്തവരും ഉണ്ടാക്കാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി ഉണ്ടാക്കി നോക്കി നോക്കൂ. ശർക്കര പാനിയാക്കിയിട്ടെടുക്കുക. നമ്മൾ ശർക്കര ഒരു 3 അച്ചല്ലേ എടുത്തത്. അപ്പോൾ ആ 3 അച്ച് വെള്ളത്തിലിട്ടിട്ട് പാനിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതേപോലെ പാനിയാക്കി എടുക്കുക. അപ്പോൾ അത് വെള്ളം കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളത്തോർക്കിന് വെക്കുകയാണ് നല്ലത്. നമ്മൾ അവിലൊക്കെ ഇടുമ്പോൾ ഒന്ന് ഇതായി വരണമല്ലോ, അതിലൊക്കെ ഒന്ന് മെൽറ്റായി വരണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് വെക്കുകയാണ് നല്ലത്. അതും വിചാരിച്ചിട്ട് കുറേ വെള്ളമൊന്നും വെക്കരുത് കേട്ടോ. ഇനിയൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേണ്ട നെയ്യോ അല്ലെങ്കിൽ നമുക്ക് ബട്ടർ, എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഗീ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. ഇവിടെ അതിൻ്റെ മണം ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എടുക്കാത്തത്. വെളിച്ചെണ്ണ എടുക്കണ്ട, വെളിച്ചെണ്ണയുടെ കുത്തണ ഒരു ഇത് വരും. അങ്ങനെ വെളിച്ചെണ്ണ എടുക്കണ്ട, ഒന്നല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഗീ എടുത്താൽ മതി. അപ്പോൾ ഇനി അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുന്നെടുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കരിയരുത്, സിമ്മിലിട്ടാൽ മതി. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനൊക്കെ അവർക്ക് ചായക്ക് കൊടുക്കാനും പിന്നെ പെട്ടെന്ന് വിരുന്നേര് വന്നാൽ അവർക്കൊക്കെ കൊടുക്കാനൊക്കെ നല്ലതാണ്. നമ്മൾ ഈ ബേക്കറി മേടിച്ചിട്ട് ഇങ്ങനെ കൊടുന്ന് വെക്കണേക്കാട്ട് നല്ലതാണല്ലോ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇനി അതായിട്ടുണ്ട്. ഇനി അതിലേക്ക് എള്ളിട്ട് കൊടുക്കുക. കറുത്ത എള്ള് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതൊരു ഭംഗിക്ക് വെള്ള എള്ള് കിടക്കുന്നത് കാണാനാണല്ലോ ഭംഗി. അതാണ് ഞാൻ വെള്ള എള്ള് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ, അതൊന്ന് അരിച്ചിട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ശർക്കര എന്തായാലും അരിക്കണം കേട്ടോ. അതിൻ്റെ അടിയിൽ കച്ചറ ഉണ്ടാവും. എത്ര നല്ല ശർക്കര ആണെങ്കിലും ചിലപ്പോൾ ഒരു മണ്ണിൻ്റെ തരി എന്തെങ്കിലും കടിച്ചാൽ ആ ഒരു സാധനം അങ്ങനെ പോവും. അപ്പോൾ അത് കാരണം എന്തായാലും അരിച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ശർക്കര നമ്മളതിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഒന്ന് കിടന്ന് തിളക്കട്ടെ ഇതെല്ലാം കൂടിയായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ കുറച്ചും കൂടി കൂടുതൽ എടുത്താൽ മതി കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. എൻ്റെ ശർക്കര ഇരുന്നിട്ടൊന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ലൂസാവണ്ടായിരുന്നു നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് അവിൽ മാറ്റി വെച്ചു. ആവശ്യത്തിനുള്ള അവിൽ എടുത്തോളൂ. അപ്പോൾ ഇനി അവിലിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി നന്നായി യോജിച്ച് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ചും കൂടി നമുക്ക് അവിലിട്ട് കൊടുക്കാം. ഞാൻ ഇതിപ്പോൾ ഇനി കൂടിയാലോ കുറഞ്ഞാലോ വിചാരിച്ചിട്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇനി ബാക്കിയുള്ളതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കിയെടുക്കുക. അവിൽ കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരിക തറവാട്ടത്തെ ഓർമ്മയാണ്. അപ്പോൾ തറവാട്ടിൽ ഇങ്ങനെ കൊയ്ത് കൊണ്ടുവരുന്ന ഒരു വീടാണ്. അപ്പോൾ കൃഷിയൊക്കെ ഉള്ള വീടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഞാറിടുന്ന സമയത്ത് ഇത് നനച്ച് വെച്ചിട്ട് വല്യമ്മ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്ന കാണാം. ഇങ്ങനെ ഇടിക്കണത് എന്താണെന്ന് എനിക്കറിയില്ല. മില്ലിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചിട്ട് കൊണ്ടുവരും. ആ ഒരു അവിൽ എത്ര കഴിച്ചാലും മതിയാവില്ല. അത് കുറച്ച് തേങ്ങ ശർക്കര ഒക്കെ ഇട്ടിട്ട് 4 മണിക്ക് ചായക്ക് തരും ഞങ്ങൾക്ക് സ്കൂളിലോട്ട് വരുന്ന സമയത്ത്. അപ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മ വരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓരോ ഭക്ഷണത്തിന് ഓരോ ഓർമ്മകളുണ്ട്. ശരിക്കും സത്യം പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ്. ഒരേ ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും പഴയ ഓരോ ഓർമ്മകൾ വരും. അപ്പോൾ ഈ അവിൽ കാണുമ്പോൾ എനിക്ക് അതാ ഓർമ്മ വരും. അവിലൊന്നും ഇപ്പോൾ കിട്ടാനില്ലല്ലോ, ഇപ്പോൾ ഒക്കെ പാക്കറ്റിൽ വരുന്നതല്ലേ. അന്ന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ തറവാട്ടിൽ തന്നെ കൊണ്ടുപോയി ഇടിപ്പിച്ചിട്ട് കൊണ്ടുവരിക ചെയ്യുക.
അന്ന് അവിൽ വിളയിച്ചൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അവിൽ കുഴച്ച് തന്നെ കഴിച്ചിട്ടുള്ളൂ. അവിൽ വിളയിച്ച് ഞാൻ കഴിച്ചത് എൻ്റെ വലിയ മാമി ഉണ്ടാക്കി തന്നിട്ടാണ്. ഉമ്മയുടെ ആങ്ങളുടെ വൈഫാണ് കേട്ടോ. മാമി ഉണ്ടാക്കി തന്നിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എന്നിട്ട് ഞാൻ മാമിയോട് ചോദിച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കി തുടങ്ങിയതും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കുറച്ചൊക്കെ കൂടുതൽ ഉണ്ടാക്കി വെക്കും. ഇപ്പോൾ ഞാനിന്ന് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ഒരു ആഴ്ച വരെ കേടുവരാതിരിക്കുന്നു പറയുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കൂ. ഇനി വെള്ളവിലിനെ നമ്മൾ മാറ്റി നിർത്തിയില്ല, ഇതിന് കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വെള്ളവില് കൊണ്ട് നമുക്കൊരു മിക്സർ ഉണ്ടാക്കാൻ പറ്റും. അത് അടിപൊളിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരാം. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിലിവിടെ ഇളക്കി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് അടി പിടിക്കും. നമുക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ വേണമെന്നൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കണോണ്ടാണ് ഈ പാത്രം എടുത്തത്. നമുക്ക് ചീഞ്ചട്ടിയൊക്കെ എടുത്താൽ മതി. അല്ല ഇനി കുറേ ഉണ്ടാക്കുന്നത് നമുക്ക് ഉരുളിയൊക്കെ വെച്ചിട്ട് അതിൽ വെച്ചിട്ടുണ്ടാക്കാം. മക്കൾ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എണ്ണ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം കാട്ടിയും ഏറ്റവും നല്ലതാണല്ലോ ഇത് ഹെൽത്തിയും കൂടിയാണല്ലോ. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. അപ്പോൾ നമ്മുടെ അവിൽ വിളയിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. അത് ചൂടാറിയതിൻ്റെ ശേഷം ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നാശമാവൊന്നുമില്ല. അങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ കേടുവരാതിരിക്കുകയൊക്കെ ചെയ്യും. ഇനി നല്ല കട്ടൻ ചായ ഉണ്ടാക്കി ഇത് അവിൽ വിളയിച്ചതും കൂടി കൊണ്ടിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഉമ്മറത്തിരുന്നിട്ട് കഴിക്കണം. സിറ്റ് ഔട്ടിൽ പോയിരുന്ന് കഴിക്കണം. അപ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലാണല്ലേ. എന്നെപ്പോലെ ഭ്രാന്തുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റിൽ വന്നോളൂ കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും നിർബന്ധമാണ്. നല്ലതായാലും ചീത്തയായാലും. അപ്പോൾ അത് നമ്മുടെ വീഡിയോനെ കുറിച്ച് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാൽ നമുക്കത് പിന്നീട് ശരിയാക്കാൻ പറ്റില്ല. കാരണം കമൻറ്റ് എന്തായാലും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ അവിൽ വിളയിച്ചത് ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നാൽ ഞാൻ പോയിട്ട് അവിൽ വിളയിച്ചും കൂടിയിട്ട് ചായ കുടിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.